കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങളോടുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ബൈബിളിലെ അല്പം കട്ടിയുള്ള ഭാഗമാണ് ഈ പ്രവചന വിഷയം. ബൈബിള് തന്നെ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. ദൈവം ഈ വചനം നമ്മുടെ കരങ്ങളിൽ തരുമ്പോൾ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം. അത് മാറ്റമില്ല, അതിന്റെ വള്ളിയും പുള്ളിയും മാറിപ്പോകില്ല. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനം. യേശുക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്റെ വചനങ്ങൾ മാറ്റപ്പെടില്ല. ഈ രാത്രിയിൽ വളരെ ശക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിളിന്റെ പ്രവചന നിവൃത്തികൾ ഇത് സത്യമാണെന്ന് നമ്മളെ അറിയിക്കുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ രസകരമായ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ എസെക്കിയേൽ പ്രവചനം ആദ്യം തൊട്ട് വായിച്ചാൽ 77 പ്രാവശ്യം ഒരു പ്രയോഗം കാണും. ഞാൻ 5-ാം അധ്യായം തുടങ്ങി അത് കാണിക്കാം. 77 പ്രാവശ്യവും ഞാൻ വായിക്കില്ല, എന്നാൽ ചിലത് മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എസെക്കിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ എന്റെ കോപത്തിന് നിവർത്തി വരും, ഞാൻ അവരോട് എന്റെ ക്രോധം തീർത്ത് തൃപ്തനാകും. എന്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എന്റെ തീഷ്ണതയിൽ അതിനെ അരുളി ചെയ്ത് എന്ന് അവർ അറിയും. ആ സംഭവം സംഭവിച്ചു കഴിയുമ്പോൾ യഹോവയായ ഞാനത് അരുളി ചെയ്തെന്ന് നിങ്ങൾ അറിയും. വീണ്ടും നോക്കിക്കട്ടെ, 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നിഹതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. വീണ്ടും നോക്കിക്കട്ടെ, 10-ാമത്തെ വാക്യം. ഞാൻ യഹോവ എന്ന് അവർ അറിയും. മതി, വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. 14-ാമത്തെ വാക്യം. ഞാൻ അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ റിബ്ലാ മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യമാക്കും. അപ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. 77 പ്രാവശ്യം എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, അപ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. Then you shall know that I am the Lord. എന്തുവാ ദൈവം പറയുന്നത്? സംഭവിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുകയാണ്. ഉദാഹരണമായിട്ട് 14-ാം വാക്യം നോക്കി. പാലും തേനും ഒഴുകുന്ന ദേശമാണ് കനാൻ. ഫലഭൂയിഷ്ഠമായ ദേശമാണ്. ഒറ്റുകാര് ഒരു മുന്തിരിക്കൊല 2 പേർ ഒന്നിച്ച് ചുമന്നുകൊണ്ട് വന്നതാണ്. അത്ര ഫലകരമായ ഒരു ദേശം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇത് ഞാൻ മരുഭൂമി പോലെയാക്കും. റിബ്ല മരുഭൂമി നെഗവ് മരുഭൂമിയിലെ വളരെ വിജനമായ ഒരു സ്ഥലമാണ്. അതുപോലെ ഞാൻ ആക്കും. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, നിത്യനായ ദൈവം, സമയത്തിന് അതീതനായ ദൈവം സംഭവിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് അത് സംഭവിക്കുമ്പോൾ യഹോവയെ ഞാനാണ് അരുളി ചെയ്തതെന്ന് നിങ്ങൾ അറിയും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 77 പ്രാവശ്യം ആ പ്രയോഗം എസെക്കിയേൽ പ്രവാചകനിലുണ്ട്. ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം ഏതാണ്ട് 2600 വർഷം മുമ്പ് പ്രവചിച്ചതാണ്. 2600 വർഷം മുമ്പ് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് അവസാനത്തെ 13 അധ്യായങ്ങളിൽ അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. 40-ാം അധ്യായം തുടങ്ങി യേശുക്രിസ്തു മടങ്ങി വന്ന് സ്ഥാപിക്കുന്ന രാജ്യത്തെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കണം, എസെക്കിയേൽ 38-ഉം 39-ഉം നിവർത്തിക്കപ്പെട്ടിട്ടാണ് 40-ാം അധ്യായം തുടങ്ങുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, തന്റെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് ഹർമഗദോൻ എന്ന യുദ്ധം നടക്കണം. ആ യുദ്ധം നടക്കാൻ അതിന് മുമ്പിലുള്ള 2 അധ്യായം നോക്കി. 36-37 അധ്യായം ഇസ്രായേൽ രാഷ്ട്രമായി തീരണം. അതിനു മുമ്പ് ഒരു അധ്യായം കൂടെ നോക്കാട്ടെ, 35-ാം അധ്യായം. ആരോടാ പറയുന്നത്? യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, സെയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അവരോട് നീ പറയണം. ആരാണ് ഈ സെയീർ പർവ്വതം? യേശാവിന്റെ വംശം കുടിയിരിക്കുന്ന സ്ഥലമാണ്. ആവർത്തന പുസ്തകം 2-ന്റെ ആദ്യത്തെ 5 വാക്യം വായിച്ചാൽ നമുക്കറിയാം, സെയീർ പർവ്വതം ഞാൻ ഏശാവിനും അവന്റെ സന്തതിക്കും കൊടുത്തിരിക്കുകയാണ്.
യേശാവ് ആരാണ്? യാക്കോബിന്റെ ഇരട്ട സഹോദരനാണ്. ഇന്നത്തെ ജോർദാന്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശമാണ് ഈ ഏദോമ്യർ എന്നറിയപ്പെടുന്ന യേശാവിന്റെ വംശം താമസിക്കുന്ന സ്ഥലം. ആ പ്രദേശത്തുകൂടെ ഇസ്രയേൽ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല ഈജിപ്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ. നോക്കുക, അറബികളുടെ അല്ലെങ്കിൽ അറേബ്യൻ ദേശത്ത് പാർക്കുന്നവരെ പ്രതിനിധീകരിക്കുകയാണ് ഈ യേശാവിന്റെ പർവ്വതം എന്നുള്ളത് ഓർക്കുക. അവിടെ അവരോടുള്ള ബന്ധത്തിൽ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാമത്തെ വാക്യം, 35-ന്റെ 5-ാമത്തെ വാക്യം. എസെക്കിയേൽ പ്രവചനം 35-ന്റെ 5. നീ നിത്യവൈര്യം ഭാവിച്ചു, ഇസ്രായേൽ മക്കളുടെ അത്യാകൃത്യമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിന് ഏൽപ്പിച്ചു. ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അറബികളുടെ മനോഭാവം ചൂണ്ടിക്കാണിക്കുകയാണ്. രാഷ്ട്രീയമായി മനുഷ്യരെന്ന് പറയുന്നു പലസ്തീൻ നാടിൽ അറബികളുടെ ദേശം യഹൂദൻ പിടിച്ചെടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അല്ല, നീ ഒരു നിത്യവൈര്യം ഭാവിച്ചു. ഇംഗ്ലീഷിൽ വായിച്ചാൽ യു ഹാവ് ഹാർബേർഡ് an ancient hostility. പുരാതനമായ ഒരു വൈരാഗ്യം നിന്റെ മനസ്സിൽ നീ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ വൈരാഗ്യം ഈ വൈരാഗ്യമാണ്. 4000 വർഷം പഴക്കമുണ്ട് ഈ വൈരാഗ്യത്തിന്. അബ്രഹാമിന്റെ കൂടാരത്തിൽ ആരംഭിച്ച വൈരാഗ്യം, 2 ബാലന്മാർ തമ്മിൽ ആരംഭിച്ച വൈരാഗ്യം അവരുടെ സന്തതികളുടെ ജീനുക്കളിൽ അലിഞ്ഞു ചേർന്ന് അറബി ഇസ്രയേലി വൈരാഗ്യമായി മാറി. 22-23 അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെ ചുറ്റിക്കിടക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു കൊച്ചു രാജ്യം, 470 കിലോമീറ്റർ നീളവും 135 കിലോമീറ്റർ മാത്രം വീതി കൂടിയ ഭാഗം ഒരു രാജ്യം പിറന്നു വീണു ഇസ്രയേൽ. പിറന്നു വീണതിന്റെ പിറ്റേ ദിവസം 5 രാജ്യങ്ങൾ, അതിലും ഉപരി രാജ്യങ്ങൾ അവരെ കൊന്നൊടുക്കുവാൻ ചുറ്റും കൂടി. 1948 13 മാസം ആ യുദ്ധം നീണ്ടു നിന്നു. ഇസ്രയേൽ ആ യുദ്ധത്തിൽ ജയിക്കുന്നു. 1956 യുദ്ധമുണ്ടായി, 67 യുദ്ധമുണ്ടായി, 73 യുദ്ധമുണ്ടായി, 82 യുദ്ധമുണ്ടായി. അറബി ഇസ്രയേൽ പോരാട്ടം തുടർമാനമായി നടക്കുന്നു. തീർന്നില്ല. തുടർമാനമായ ഭീകര പ്രവൃത്തികൾ, ഫോക്സ് അറ്റാക്ക്. എന്തിനു പറയുന്നു? യഹൂദനെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിപ്പാൻ കഴിയുമെങ്കിൽ ഉപദ്രവിപ്പാൻ വേണ്ടി ശ്രമിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ രക്തചുരുക്കമാണ് ദൈവം പറയുന്നത്. നീ ഇത് ചെയ്യുന്നത് വൈരാഗ്യം കൊണ്ടാണ്, നിന്റെ പുരാതന വൈരാഗ്യമാണ്. അവരുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നു പോയി. ഞാൻ അധികം വിശദീകരിക്കാതെ വിടുകയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രധാനമായി ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയം. ആധുനിക ഈ രാഷ്ട്രീയ ഗോളത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വിവരം, അതാണ് വിഷയമെന്ന് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ 35 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേക സ്ഥലം ദൈവം എടുത്ത് പറയുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവര് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. 35-ാം അധ്യായം പാസ്റ്ററെ 12-ാം വാക്യം ഒന്ന് വായിച്ചു. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു. നോക്കുക, ഇസ്രായേൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടെന്നല്ല, ഇസ്രായേൽ പർവ്വതങ്ങൾ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവ ഞങ്ങളുടെ അവകാശമാണെന്ന് അവർ പറയുന്നു. 36-ാം അധ്യായം എടുത്താട്ടെ, 1-ാമത്തെ വാക്യം. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്. എന്തിനാണ് ദൈവം ഇസ്രായേലിനോട് പ്രവചിച്ചു പറയണമെന്ന് പറയാതെ ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയണമെന്ന് പറഞ്ഞത്? 36-ാം അധ്യായം മുഴുവൻ ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. തീർന്നില്ല. 37-ാം അധ്യായം നോക്കാം. ഇസ്രായേലിനെ ഉണങ്ങിക്കിടുന്ന അസ്ഥികളെ പോലെ പ്രതിനിധീകരിച്ചിട്ട് അവർ ജീവിച്ചു വരുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ 22-ാം വാക്യം നോക്കിയാട്ടെ. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഞാൻ അവരെ ഏകജാതിയാക്കും.
ഈ അധ്യായങ്ങളിലൊക്കെ വിഷയം ഇസ്രായേൽ പർവ്വതമാണ്. റഷ്യ ആക്രമിക്കാൻ വരുന്നു. റഷ്യയുടെ കൂടെയുള്ള തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങളും കൂടെ ചേർന്ന് റഷ്യ ആക്രമിക്കുമ്പോൾ അവരെവിടെയാ വരുന്നത്? 38-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നോക്കട്ടെ. 38 ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. അടുത്ത ഭാഗം നോക്കേ. അടുത്ത ഭാഗം നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളെയാണ് റഷ്യയും റഷ്യയുടെ കൂടെയുള്ള രാജ്യങ്ങളും ആക്രമിക്കുന്നത്. 39-ാം അധ്യായം എടുത്തേ. 39-ാം അധ്യായം 2-ാമത്തെ വാക്യം നോക്കി. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആരിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. തീർന്നില്ല. 4-ാം വാക്യം നോക്കി. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുക് മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു റഷ്യ ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, 35-ാം അധ്യായം, 36-ാം അധ്യായം, 37-ാം അധ്യായം, 38-ാം അധ്യായം, 39-ാം അധ്യായം അന്ത്യകാല സംഭവങ്ങളിൽ ഇസ്രായേലിനോട് പ്രവചിച്ചു പറയുകയല്ല, ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ച് പറയുകയാണ് ദൈവം. ഏതാണ് ഈ സ്ഥലം? നിങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഞാൻ ഒരു കാര്യം പറയട്ടെ. 18 പ്രാവശ്യം ഇസ്രായേൽ പർവ്വതങ്ങളെന്ന് യെസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ഇസ്രായേലിന്റെ ഉന്നത പർവ്വതങ്ങളിൽ 2 പ്രാവശ്യം കൂടെയുണ്ട്. ഏതാണ്ട് 20 പ്രാവശ്യം ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ചുള്ള പരാമർശം യെസെക്കിയേൽ പ്രവചനത്തിൽ ഉണ്ട്. ഇനി ഒന്നുകൂടെ പറയാം, ബൈബിളിൽ വേറെ ഒരു ഭാഗത്തും കാണുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ബൈബിളിൽ വേറെ ഒരു ഭാഗത്തും ആ പ്രയോഗം കാണാതെ യെസെക്കിയേലിൽ മാത്രം 18-20 പ്രാവശ്യം ഇസ്രായേൽ പർവ്വതങ്ങളെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. നമ്മളൊരു ചെറിയ പഠനം നടത്താൻ പോവുകയാണ്. കാരണം ഇത് മനസ്സിലാക്കിയാൽ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന അനേക വസ്തുതകൾ നഗ്നമായി നമ്മുടെ കൺമുമ്പിൽ ദൈവം വരച്ചു കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. നമുക്ക് ആ പഠനത്തിന് വേണ്ടി നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 1 ന്യായാധിപന്മാരുടെ പുസ്തകം 20-ന്റെ 1-ാമത്തെ വാക്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബൈബിളിൽ ഒരു വാക്ക് പോലും അവിചാരിതമായി വരില്ല. അനന്തരം ഇസ്രായേൽ 20-ന്റെ 1. അനന്തരം ഇസ്രായേൽ മക്കളൊക്കെയും പുറപ്പെട്ട് ദാൻ മുതൽ ബെർശേബ വരെയും ഗിലെയാദ് ദേശത്തും ഉള്ള സഭയൊക്കെയും. അവിടെ ഒരു പ്രയോഗമുണ്ട്, ദാൻ മുതൽ ബെർശേബ വരെ. ശമൂവേലിന്റെ പുസ്തകം എടുക്കാം, 1 ശമൂവേൽ 3:20. ബൈബിളിൽ അനേക ആവർത്തി പ്രയോഗമുണ്ട്, ദാൻ മുതൽ ബെർശേബ വരെ. എന്താണെന്നുള്ളത് ഞാൻ പറയാൻ പോവുകയാണ്. അതെ, 3:20. ദാൻ മുതൽ ബെർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ മതി. 1 ശമൂവേൽ 3:20 ദാൻ മുതൽ ബെർശേബ വരെയുള്ള ഇസ്രായേൽ മുഴുവൻ. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. 2 ദിനവൃത്താന്തം 30:5. 2 ദിനവൃത്താന്തം 30:5. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് അത് ബൈബിളിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കാനാണ്. 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിന്റെ 5-ാമത്തെ. ഇങ്ങനെ അവർ യെരൂശലേമിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കുവാൻ വരേണ്ടതിന് ബെർശേബ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രായേലിന്റെ ഇടയിലും പരസ്യമാക്കണമെന്ന് ഒരു തീർപ്പുണ്ടാക്കി. ഇവിടെ എല്ലാം ഒരു പ്രയോഗം കാണുന്നു, ദാൻ മുതൽ ബെർശേബ വരെ, അല്ലെങ്കിൽ ബെർശേബ മുതൽ ദാൻ വരെ. നമ്മളൊരു ഭൂപടം എടുത്ത് ഇസ്രായേലിന്റെ രാജ്യത്തിലോട്ട് നോക്കിയാൽ ബെർശേബ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മധ്യഭാഗമാണ്. അബ്രഹാം ഇസാഖൊക്കെ പാർത്തത് ബെർശേബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വടക്കുള്ള ഭാഗമാണ്. ദാൻ എന്ന് പറയുന്നത് ഏറ്റവും വടക്കേറ്റത്ത് കൊടുത്ത ദാൻ ഗോത്രത്തിന്റെ പ്രദേശമാണ്
ഇന്നത്തെ ഗോളൻ ഹൈറ്റ്സ് എന്നൊക്കെ പറയുന്ന സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഏതാണ്ട് ആ പ്രദേശം തുടങ്ങി ഇസ്രയേലിന്റെ മധ്യഭാഗം വരെ ബർഷീബ എന്ന് പറയുമ്പോൾ അത്രയും ഭാഗത്തിലാണ് ഇസ്രയേൽ മുഴുവനെന്ന് ബൈബിളിൽ തീർത്തു പറയുന്നത്. അപ്പൊ താഴോട്ടുള്ള സ്ഥലമോ ഇസ്രയേലിന്റെ ഭൂപടം കേരളം പോലെ ഏതാണ്ട് ഇങ്ങനെ വന്നിട്ട് താഴോട്ട് കിടക്കുക. ബർഷീബ നടുക്ക് വരും. അതിന്റെ താഴോട്ട് കിടക്കുന്ന നമ്മൾ നോക്കിയാൽ നെഗവ് മരുഭൂമിയാണ്. നെഗവ് മരുഭൂമി, അവിടെ ആൾപ്പാർപ്പില്ല. അവിടെ ഇന്നും യാത്ര ചെയ്താൽ മൈലുകൾ 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 ഒരു മനുഷ്യനെയും കാണാതെ യാത്ര ചെയ്യാം. മരുഭൂമിയാണ് യാത്ര, അവിടെ താമസം ഇല്ല. താമസിക്കുന്നത് ദാൻ മുതൽ ബർഷേബ വരെയാണ്. നോക്കുക, ദാൻ മുതൽ ബർഷേബ വരെ ഒരു മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ പർവ്വതങ്ങളെ കാണിക്കുന്ന ഭാഗമുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഇസ്രയേലിന്റെ പർവ്വത പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ കൈകളിൽ വരുന്നത് 1967 യുദ്ധത്തിലാണ്. പ്രിയപ്പെട്ട നിങ്ങളോട്, പ്രവചനം ശ്രദ്ധിക്കുന്നവരോട്, ചിന്തിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, 1948 ഇസ്രയേൽ സ്വതന്ത്രമായപ്പോൾ ഈ പറയുന്ന പർവ്വത നിരകൾ അവരുടെ കയ്യിലില്ല. 48 മുമ്പുള്ള ഇസ്രയേലിന്റെ പടം നോക്കിയാൽ കാണാം, ഇങ്ങനെ കിടക്കുക. എവിടെയാ ഇസ്രയേൽ പർവ്വതം? ഇസ്രയേൽ രാജ്യത്തിന്റെ നടുക്ക് പൊങ്ങി നിൽക്കുന്നു ആ പർവ്വതം. ഏതാ പർവ്വതം? വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ജൂഡിയ ശമരിയ പ്രദേശം. താഴെ ജൂഡിയ, മുകളിൽ ശമരിയ. ഈ ശമരിയ ജൂഡിയ ചേരുന്നിടം ഇങ്ങനെ ഒരു പറങ്കണ്ടിയുടെ അകം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ അകത്താണ് ജെറുസലേം. അവിടെയാണ് യഹോശഫാത്ത് താഴ്വര. അവിടേക്ക് നമുക്ക് സമയം അനുവദിച്ചാൽ വരാം. ഞാൻ ഒരു കാര്യം ഈ രാത്രി പറയട്ടെ. 1967 6 ദിവസത്തെ യുദ്ധം, ഇസ്രയേലിന്റെ കരങ്ങളിൽ അവരുടെ പർവ്വതങ്ങൾ തിരിച്ചു കിട്ടുന്നത് 67 യുദ്ധത്തിലാണ്. അന്ന് ഈ സ്ഥലം, അതായത് ജൂഡിയ ശമരിയ പ്രദേശം പിടിച്ചെടുത്തു. സിറിയയുടെ കയ്യിൽ നിന്ന് ഗോളൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന മലകളും പിടിച്ചെടുത്തു. പർവ്വതങ്ങൾ പിടിച്ചെടുക്കുന്നത് 67 യുദ്ധത്തിലാണ്. അന്തർദേശീയ നിയമം നിങ്ങൾക്കറിയാം. അന്തർദേശീയ നിയമം അനുസരിച്ച് യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വെച്ചുകൊള്ളുവാൻ നിവൃത്തിയില്ല. മറ്റൊരു രാജ്യത്തിന്റെ സ്ഥലം പിടിച്ചു വെക്കാൻ സാധിക്കുകയില്ല. ഞാൻ ഇനിയും വളരെ വ്യക്തമായി പറയാം. ഈ ജൂഡിയ ശമരിയ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഹൃദയഭാഗം 67 യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്തു. അത് നമ്മൾ വീണ്ടും മാപ്പിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഭാഗത്തിന്റെ പേരാണ് വെസ്റ്റ് ബാങ്ക്. എന്തിനാ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്? നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ യോർദാൻ നദി ഇങ്ങനെ പോകുന്നു, അതിന്റെ വെസ്റ്റുള്ള പാർട്ടാണ്. അതുകൊണ്ട് അതിന് ബ്രിട്ടീഷുകാർ പേരിട്ടു വെസ്റ്റ് ബാങ്ക്. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേര് ജൂഡിയ ശമരിയ പ്രദേശം. ഈ രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരോട്, ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആധുനിക ലോകത്തിലെ രാഷ്ട്രീയ ഗോളത്തിലെ ഏറ്റവും പരിഹരിക്കപ്പെടാൻ വയ്യാത്ത പ്രധാനമായ പ്രസക്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നം ഈ വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശമാണ്. ഇസ്രയേൽ പിടിച്ചെടുത്തു, തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അവർ തിരിച്ചു കൊടുക്കില്ല. നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നിങ്ങൾക്കറിയാമോ? യെസ്, ബാരക് ഹുസൈൻ ഒബാമ എന്നാ മുഴുവൻ പേര്. ബാരക് ഹുസൈൻ ഒബാമ. ആ പേര് കൊണ്ട് നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാരക് ഹുസൈൻ ഒബാമ, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മുസ്ലിമാണ്. അദ്ദേഹം 2 പ്രാവശ്യം ഇസ്രയേലിന്റെ പ്രസിഡന്റായി. അദ്ദേഹം 2 പ്രാവശ്യം പ്രസിഡന്റ് ആകുമ്പോൾ മൗനമായി ഇരിക്കുകയാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പ്രസിഡൻസി 8 വർഷം കഴിഞ്ഞ് മാറുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് 1 മാസം മുമ്പ്, അതായത് ഡിസംബർ മാസം
ബാരക് ഒബാമ അധികാരം മാറുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കൂടിയ ഒരു സംഘടന എന്ന് പറയുന്നത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി കൗൺസിലാണ്. യുഎന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു കാര്യം പാസാക്കി കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരുത്തണം. അതുകൊണ്ടാണ് അവിടെയുള്ള ഏതാണ്ട് 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ പാസാക്കിയാലും വീറ്റോ ചെയ്യാം, അത് പാസാക്കാതിരിക്കാം. ഉദാഹരണമായിട്ട് ഒരു കാര്യം അവിടെ പാസാക്കിയപ്പോൾ അമേരിക്കയ്ക്ക് വീറ്റോ ചെയ്യാം, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരില്ല. അന്ന് വരെയുള്ള ചരിത്രം, അതായത് 2016 ഡിസംബറിൽ ഒരു സംഭവം നടക്കുക. ബാരക് ഒബാമ 2016 ഡിസംബർ വരെയുള്ളൂ. 2017 ജാനുവരിയിൽ ട്രംപ് അധികാരത്തിലേക്ക് വരികയാണ്. 2016 ഡിസംബറിൽ ഒബാമ ചെയ്ത ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ 15 അംഗങ്ങളുള്ള സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ഒരു പ്രബന്ധം കൊണ്ടുവന്നു. ഇന്നുവരെ സെക്യൂരിറ്റി കൗൺസിലിൽ അത് പാസ്സാക്കിയിട്ടില്ല. എന്നാൽ 2016 ഡിസംബറിൽ ബാരക് ഒബാമ മൗനമായി ഇരുന്നു കൊണ്ട് 14 പേര് ആ പ്രബന്ധത്തിന് അനുകൂലമായി ഇസ്രയേലിന് വിരോധമായി ഒരു പ്രബന്ധം പാസാക്കിയെടുത്തു. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. എന്താണ് ആ പ്രബന്ധം? ഇസ്രയേൽ 48 അവരുടെ അതിരെന്തായിരുന്നോ ആ അതിരിലേക്ക് അവർ മാറണം, പുറകോട്ട് പോകണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 67 അവർ പിടിച്ചെടുത്ത പ്രദേശം വിട്ടുകൊടുക്കണം. 67 പിടിച്ചെടുത്തതാ വെസ്റ്റ് ബാങ്ക്, 67 പിടിച്ചെടുത്തതാണ് ഗോളൻ ഹൈറ്റ്സ്, 67 പിടിച്ചെടുത്തതാണ് ഗാസ സ്ട്രിപ്പ്, 67 പിടിച്ചെടുത്തതാണ് സീനായി മരുഭൂമി. അതിൽ സീനായി മരുഭൂമിയും ഗാസ മുനമ്പും വിട്ടുകൊടുത്തു. അവർ വിട്ടുകൊടുക്കാത്ത പ്രദേശമാണ് ബൈബിളിൽ നമ്മൾ കണ്ട ഇസ്രയേൽ പർവ്വത നിരകൾ. ഗോളൻ ഹൈറ്റ്സിന്റെ പർവ്വതവും ഇസ്രയേലിന്റെ ഹൃദയഭാഗത്തുള്ള ജൂഡിയ ശമരിയ പർവ്വതവും അവർ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ സെക്യൂരിറ്റി കൗൺസിലിൽ പാസാക്കി ഇസ്രയേൽ വിട്ടുകൊടുക്കണം. സെക്യൂരിറ്റി കൗൺസിലിൽ പാസാക്കാൻ ബാരക് ഹുസൈൻ ഒബാമയാണ് ഇടയാക്കിയത്. അത് പ്രായോഗികമാക്കണമെങ്കിൽ അടുത്ത നടപടി എന്താ? പട്ടാളത്തെ അയക്കും, ലോകത്തിന്റെ പട്ടാളത്തെ അയക്കും. ഞാൻ ഇന്ന് രാത്രിയിൽ അതിന്റെ ഒരു ദൃഷ്ടാന്തം പറയാം. സദാം ഹുസൈൻ, ഇറാഖിലെ സദാം ഹുസൈൻ കുവൈറ്റ് കയറി പിടിച്ചെടുത്തു. കുവൈറ്റിൽ നിന്ന് മാറുവാൻ സെക്യൂരിറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടു. സദാം ഹുസൈൻ മാറാതെ വന്നപ്പോൾ ലോകത്തിന്റെ സൈന്യം അങ്ങോട്ട് പോയി. നിങ്ങൾക്കറിയാമോ, ബംഗ്ലാദേശിലെ ആളുകൾ വരെ, പടയാളികൾ വരെ തോക്കെടുത്തോണ്ട് പോയി അവിടെ ഇറാഖിനെ തുരത്തുവാൻ. എന്നിട്ട് എന്താ ഇവിടെ ചെയ്യാത്തത്? ഇവിടെ എന്താ അത് ചെയ്യാത്തത്? ഇവിടെ ചെയ്യാതിന്റെ കാരണം ഡിസംബർ 2016 ഇത് പ്രബന്ധം പാസാക്കിയത്. പക്ഷെ 2017 ജാനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. അദ്ദേഹം ഒരു റിപ്പബ്ലിക്കനാണ്. അദ്ദേഹം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അങ്ങ് മൂടി വെച്ചുകൊണ്ട് ഇസ്രയേലിന് അനുകൂലമായ കാര്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇന്നും ആ പ്രബന്ധം പ്രായോഗികമാക്കാതെ കിടക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു പ്രബന്ധം സെക്യൂരിറ്റി കൗൺസിലിൽ പാസാക്കിയാൽ അത് പ്രായോഗിക തലത്തിൽ എന്തെങ്കിലും വരും. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്രയേൽ പർവ്വതങ്ങളോടുള്ള ബന്ധത്തിൽ 2016 സെക്യൂരിറ്റി കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ ഇനിയും അവിടെ വിടിവിക്കുമോ? നിങ്ങൾ ഓർക്കണം, അവിടെയാണ് യഹോശാഫാത്ത് താഴ്വര. ആരൊക്കെ അവിടെ യുദ്ധത്തിന് വരുമെന്നറിയാമോ? നിങ്ങൾ ഇനി അത് കേട്ടാൽ അത്ഭുതപ്പെടും. ആരൊക്കെ വരുമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യോവേൽ പ്രവചനം നമുക്കൊന്ന് എടുക്കാം. യോവേൽ പ്രവചനം
നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു പ്രവചന ഭാഗമാണ് യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 1-2 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ആ വാക്യം ഏതാണ്ട് 2400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതാണ്. ആ വാക്യത്തിൽ പറഞ്ഞത് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധി കൊണ്ട് പ്രയാസമാണ്. എന്താ കാരണം? അവിടെ പറയുന്നു എന്റെ ജനമായ ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റുന്ന നാളുകൾ. അത് ഇന്നാണ്. കഴിഞ്ഞ രാത്രി നമ്മളത് കണ്ടു. പത്രോസിന്റെ പ്രസംഗം കണ്ടു. ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ. സ്വർഗം അവനെ കൈക്കൊള്ളുന്നത് സകലവും യഥാസ്ഥാനത്താകുന്ന കാലം തികയുവോളം. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം യഥാസ്ഥാനപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ രാത്രി കണ്ടു. ഇന്ന് ഇറ്റ് ഈസ് എ ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ. യഥാസ്ഥാനത്തിന്റെ കാലയളവാണ്. ഇസ്രായേലിന്റെ രാഷ്ട്രം യഥാസ്ഥാനപ്പെട്ടു, അവരുടെ കൃഷി യഥാസ്ഥാനപ്പെട്ടു, അവരുടെ മഴ യഥാസ്ഥാനപ്പെട്ടു, അവരുടെ പട്ടാളം യഥാസ്ഥാനപ്പെട്ടു, അവരുടെ മാതൃഭാഷ യഥാസ്ഥാനപ്പെട്ടു. പറയട്ടെ, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും അപഗ്രഥിക്കാം. അതെല്ലാം യഥാസ്ഥാനപ്പെട്ടു. അതിനു മുമ്പ് ഇതൊന്നുമില്ലാതെ ഇസ്രായേൽ കിടക്കുകയാണ്. യോവേൽ പറഞ്ഞ എന്താ? എന്റെ ജനമായ ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകള്, കാലങ്ങള്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിച്ചതും അത് തന്നെയാണ്. ആ കാലയളവിലാണ് ഞാൻ ജീവിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത്. അന്ന് എന്ത് സംഭവിക്കും? അടുത്തത് നോക്കിയ യോവേലിൽ ദൈവം പറയുകയാണ്, ഞാൻ സകല ജാതികളെയും യഹോശഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരും. സകല ജാതികൾ എന്നും പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? എല്ലാ രാഷ്ട്രങ്ങളെയും മുഴുവൻ കൊണ്ടുവരും. എന്റെ ജനത്തോട് വ്യവഹരിക്കാൻ കൊണ്ടുവരും. അങ്ങനെ ഒരു പ്രവചനം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം അതിനു വേണ്ട കളം ഒരുക്കി കഴിഞ്ഞു. ലോകത്തിലെ സൈന്യങ്ങൾ മുഴുവൻ അവിടെ വരും. ഈ യഹോശഫാത്ത് താഴ്വര എവിടെയാണ്? ഇസ്രായേൽ സന്ദർശിച്ചവർക്കറിയാം. അവരുടെ ദേവാലയം നിൽക്കുന്നത് ടെമ്പിൾ മൗണ്ട്. 35 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഈ തറ പോലെ കിടക്കുന്ന സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലമാണ്. ആ സ്ഥലം യഹൂദന്റെ കൈകളിലാണെങ്കിലും ആ മോസ്ക് നിൽക്കുന്ന 2 മോസ്ക് നിൽപ്പുണ്ട്. ഡോം ഓഫ് ദി റോക്കും അലക്സ മോസ്കും മുസ്ലിങ്ങളുടെ കയ്യിൽ കൊടുത്തിരിക്കുക ഭരിക്കാൻ. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു താഴ്വരയാണ്. ആ താഴ്വര ഇങ്ങനെ വന്ന് താഴോട്ട് പോയിട്ട് ആ താഴ്വര മാറുന്നത് ഒലിവുമലയാണ്. ഈ ഒലിവുമലയുടെ അടിഭാഗത്തിൽ നമ്മൾ നോക്കിയാൽ ഗെത്സമന തോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. ഈ പർവ്വതം, ഈ ഒലിമലയിൽ ഇരുന്നുകൊണ്ടാണ് കർത്താവ് ദേവാലയം കണ്ടിട്ട് കരയുന്നത്. നോക്കുക, ഈ 2 പർവ്വതങ്ങളുടെ ഇടയിൽ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയ്ക്കാണ് വാലി ഓഫ് യഹോശഫാത്ത് എന്ന് പറയുന്നത്. എന്തിനാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്? വായിക്കേണ്ട 2 ശമൂവേൽ 18:18 അവിടെ യഹോശഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് വാണിരുന്നു ഇസ്രായേലിൽ. ആ രാജാവിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നതെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. യഹോശഫാത്ത് എന്ന പേരിന്റെ അർത്ഥം യഹോവ ജഡ്ജസ്, ദൈവം ന്യായം വിധിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ലോകത്തിലെ 3 മതങ്ങൾ ഇവിടെയാണ് അന്ത്യ ന്യായവിധി നടക്കുന്നതെന്ന് കരുതുന്നു. യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അത് കരുതുന്നു. മുസ്ലിങ്ങളും കരുതുന്നു ഇതാണ് അന്ത്യ ന്യായവിധിയുടെ സ്ഥലം. ഏതായാലും നമുക്ക് ബൈബിളിന്റെ പ്രവചനത്തിലേക്ക് ശ്രദ്ധിക്കാം. ദൈവം പറഞ്ഞു, എല്ലാ രാഷ്ട്രങ്ങളെയും ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇസ്രായേൽ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ വെസ്റ്റ് ബാങ്കിൽ യെരുശലേമിൽ കാണുന്ന ആ ദേവാലയത്തിനും ഒലിവുമലയ്ക്കും ഇടയ്ക്കുള്ള താഴ്വരയാണ് യഹോശഫാത്ത് താഴ്വര. ഇന്നത്തെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ സകല ജാതികളും അവിടെ വരുവാൻ കാരണമായി കഴിഞ്ഞു.
ഞാൻ കുറച്ചുകൂടെ ഈ ഭാഗം ഇരുന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. 3 പ്രാവശ്യം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. 3 പ്രാവശ്യം. 3 എനിക്ക് എടുത്ത് വായിക്കണമെന്നുണ്ട്. അതായത് 1 ശേഖേം മോറെ, ഉൽപ്പത്തി 12 2 ബഥേലിനും ഹൈക്കും ഇടയിൽ, അത് 13ഉം 14ഉം അധ്യായത്തിലുണ്ട്. പിന്നീട് 13-ാം അധ്യായം 17-ാം അധ്യായം ഹെബ്രോനിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ 3 സ്ഥലത്ത് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ആ സ്ഥലം ഏതാണെന്നറിയാമോ? വെസ്റ്റ് ബാങ്ക്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് ഈ സ്ഥലത്തിലാണ്. ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുന്നുണ്ട്, ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കുമുള്ളതാണ്. ഇത് ഞാൻ ശാശ്വത അവകാശമായി തന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ചേ, ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ ഇസ്രയേൽ പിടിച്ചെടുത്ത സ്ഥലമാണ്. ഇത് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാന് അല്പം വിശദമായി ഒന്ന് പറഞ്ഞോട്ടെ. വത്തിക്കാൻ കത്തോലിക്ക സഭ അവർ ആവശ്യപ്പെടുന്നു, ഈ സ്ഥലം അല്ലെങ്കിൽ യെരുശലേം എന്ന് പറയുന്നത് അന്തർദേശീയമായ കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരണം. യഹൂദൻ രാജ്യമായി തീർന്നത് നിയമവിരുദ്ധമാണെന്ന് ആരുടെ സ്റ്റാൻഡാ? വത്തിക്കന്റെ സ്റ്റാൻഡ്. ക്രിസ്ത്യാനികളുടെയോ? വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ അടുത്ത സമയത്ത് വന്ന വാർത്തയാണ് ബാൽഫോർ ഡിക്ലറേഷൻ. ബ്രിട്ടീഷുകാർ ഒരു പ്രഖ്യാപനം നടത്തി, യഹൂദന് മാതൃരാജ്യം കൊടുക്കണം. 100 വർഷമായി അത് തെറ്റായ ഒരു പ്രഖ്യാപനമാണ്. 100 വർഷമായി അറബികളെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് ഈ യഹൂദന്മാർ. അത് തെറ്റാണെന്ന് ആരാ പറയുന്നത്? ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനികൾ ആരാന്നറിയാമോ? ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ട്, ക്രിസ്തു ഇല്ല. അവർക്ക് ബൈബിളിലെ പ്രവചനമോ അറിയത്തില്ല. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അവർക്ക് അറിയില്ല. കാത്തോലിക്ക സഭ മാത്രമല്ല, ക്രിസ്ത്യ സഭയും പറയുന്നു ഇത് യഹൂദന്റെ സ്ഥലമല്ല. 100 വർഷമായി യഹൂദൻ അറബികളെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് തെറ്റാണ്. യുനെസ്കോ, യുഎൻഒയുടെ ഒരു ഭാഗമാണ് യുനെസ്കോ. യുനെസ്കോ പ്രഖ്യാപിച്ചു, വിലാപമതിലിന്റെ പ്രദേശം, പിതാക്കന്മാരെ അടക്കിയിരിക്കുന്ന ശവകുടീരങ്ങൾ, ഇസ്രയേലിന്റെ പല ടെമ്പിൾ മൗണ്ട് ഏരിയ, ഇതൊന്നും ഇസ്രയേലിന് അവകാശമില്ല. ഇതൊക്കെ അറബികളുടേതാണ്. പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുനെസ്കോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കത്തോലിക്കര് പറഞ്ഞു ഈ സ്ഥലം യഹൂദന്റേതല്ല, അന്തർദേശീയമാക്കണം യെരുശലേം. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആധുനിക ലോകത്തിലെ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ പറയുന്നു 100 വർഷമായി ഇസ്രയേൽ കാണിക്കുന്നത് തെറ്റാണ്. ബാൽഫോർ ഡിക്ലറേഷൻ തെറ്റാണ്. യുനെസ്കോ എന്ന് പറയുന്ന യുഎൻഒയുടെ സംഘടന പറയുന്നു ടെമ്പിൾ മൗണ്ട് പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ദാവീദ് മുതലായവരെ അടക്കിയ സ്ഥലങ്ങളോ ഈ പ്രദേശങ്ങളൊന്നും ഇസ്രയേലിനുള്ളതല്ല. എന്തിനു പറയുന്നു? അമേരിക്കയുടെ പക്ഷമെടുക്കാം. അമേരിക്ക പറയുന്നത് എന്താണെന്നറിയാമോ? അമേരിക്കയുടെ പോളിസി, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രയേലിനെ അനുകൂലിച്ചേക്കാം, പക്ഷേ അമേരിക്കയുടെ പോളിസി എന്താന്ന് ചോദിച്ചാൽ യെരുശലേം എന്ന് പറയുന്ന സിറ്റി ഇന്റർനാഷണലൈസ് ചെയ്യണം, അത് അന്തർദേശീയമായി തീർക്കണം. ലോകത്തിലപ്പോ ഇവരുടെ അനുകൂലമായിട്ട് ഏത് രാജ്യമാണ് ഇന്നുള്ളത്? ഒരു രാജ്യമുണ്ടെങ്കിൽ അത് അമേരിക്ക തന്നെയാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ബൈബിള് പഠിക്കുന്ന ആളുകളുള്ളത്. നമ്മളൊക്കെ പറയാം അമേരിക്ക മുഴുവൻ ആഹപ്പാടെ പോയി കിടക്കുകയാണെന്ന്. ശരിയാ. പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, വീണ്ടും ജനിച്ച ദൈവമക്കൾ, ബൈബിള് പഠിക്കുന്ന വിശ്വസിക്കുന്നവരുള്ളത് അമേരിക്കയിലാണ്. ഉൾപ്രാവണം എന്ന് നടക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വിശ്വാസികൾ ലോകത്തിൽ ഏത് രാജ്യത്തും നാം മുകളിലോട്ട് പോകുന്നതെന്നറിയാമോ? അമേരിക്ക എന്നായിരിക്കും. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെട്ട ദൈവജനം ഉള്ളത്. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മഹോപദ്രവ കാലഘട്ടം വരുന്നത് ഉൽപ്രാവണം കഴിഞ്ഞ. ഉൽപ്രാവണം നടക്കുമ്പോൾ
അമേരിക്കയിലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാം മോളിൽ പോകും. പിന്നെ ആരാ ഉള്ളത്? രക്ഷിക്കപ്പെടാത്തവർ. അമേരിക്ക അപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുമോ? ഇല്ല. അതിന് തെളിവെല്ലാം ഉണ്ടോ? ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് മടങ്ങി വരാം. ജെരമ്യാ പ്രവചനം ഒന്നെടുത്ത് അമേരിക്ക കൈവിടുമോ എന്ന് നോക്കാം. അതിന്റെ 30-ാം അധ്യായം നോക്കിക്കാണ്ട്. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം. യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്കറിയാം. ദൈവം യഹൂദനെ മടക്കിക്കൊണ്ടുവന്ന ശേഷം ആ നാൾ പോലെ വേറെ ഇല്ലാത്ത വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. യാക്കോബിന്റെ കഷ്ടകാലം പീഡന കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്. അത് പറയുമ്പോൾ 13-ാം വാക്യത്തിന്റെ ആരംഭം, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. 14-ാം വാക്യത്തിന്റെ ആരംഭം, നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. മഹോപദ്രവ കാലഘട്ടത്തിൽ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ സ്നേഹിതന്മാർ നിന്നെ മറന്നിരിക്കുന്നു. ഇസ്രായേൽ കൈവിടും, അമേരിക്ക ഇസ്രായേലിനെ കൈവിടും. ഇസ്രായേൽ ലോകത്തിൽ ഒറ്റപ്പെടും. ഒരു മനുഷ്യനും അവരുടെ സഹായത്തിന് ഇല്ലാതെ വരും. അന്ന് അന്തിക്രിസ്തു ഇസ്രായേലിനോട് ഒരു ഉടമ്പടി ഉണ്ടാക്കും. ആ ഉടമ്പടിയുടെ ബലത്തിൽ ഇസ്രായേൽ മുന്നോട്ട് ക്ഷേമമായിട്ടിരിക്കുമ്പോൾ നമ്മൾ എസെക്കിയേൽ 38 വായിക്കുന്നുണ്ട്, മതിലില്ലാതെ ഇരിക്കുന്ന 11-ാം വാക്യം 38:11, മതിലില്ലാത്ത ഗ്രാമം. നീ ദുരുപായം നിരൂപിക്കും, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. മതിലില്ലാത്ത എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത, യാതൊരു സുരക്ഷിതത്വമില്ലാത്ത, ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സുരക്ഷിതമുള്ള രാജ്യം ഏതാണ്? ഇസ്രയേലാണ്. 24 മണിക്കൂറും അവരുടെ പട്ടാളം അലേർട്ടാണ്. 1 മണിക്കൂർ അവരുടെ തോക്കുകൾ താഴെ വെക്കില്ല. 24 hours അവരുടെ പട്ടാളം അലേർട്ടാണ്. പക്ഷേ ഒരു സമയം വരുന്നു, മതിലില്ലാതിരിക്കുന്ന ഒരു സമയം. ആ സമയം ദാനിയേലും ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പ്രഭു അന്തിക്രിസ്തു ഒരാഴ്ചവട്ടം 7 വർഷം ഇസ്രായേലിനോട് ഒരു ഉടമ്പടി ഉണ്ടാക്കും, സമാധാന ഉടമ്പടി. ലോകത്തിലെ വൻ ശക്തിയായിരിക്കും യൂറോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അവസാനത്തെ ഭരണകൂടം, പുരാതന റോമൻ സാമ്രാജ്യം. അവിടെ നിന്ന് അന്തിക്രിസ്തു എഴുന്നേറ്റ് വരും. ലോകത്തിൽ അത്രയും ശക്തനായ രാജ്യം ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്ത്, സമാധാന ഉടമ്പടി ചെയ്ത് അവർക്ക് സുരക്ഷിതത്വം കൊടുത്തിരിക്കുമ്പോൾ, മതിലും ഒന്നും വേണ്ട, അവരുടെ പട്ടാളക്കാരൊക്കെ സുരക്ഷിതമായിരിക്കുമ്പോൾ, ആ സമയം നോക്കി അന്തിക്രിസ്തു 7 വർഷം ഉടമ്പടിയുടെ മധ്യത്തിൽ ആ ഉടമ്പടി ലംഘിക്കുന്ന സമയം നോക്കി റഷ്യയും തീവ്രവാദ ഇസ്ലാം രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കും. അവരാക്രമിക്കുന്നതിന്റെ കാരണം ലോക രാഷ്ട്രീയ പ്രശ്നത്തിൽ വെസ്റ്റ് ബാങ്ക് തന്നെയാണ്. വളരെ വ്യക്തമായി ഇസ്രായേൽ പർവ്വതങ്ങളിൽ റഷ്യ കടന്നു വരും. ഞാൻ ഇത്രയും വിശദമായിട്ട് അവിടെ എടുത്തത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ പ്രിയ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, അവസാന യുദ്ധം ഇസ്രായേൽ പർവ്വതങ്ങളോടുള്ള ബന്ധത്തിലാണ്. ആ പ്രശ്നം ഇന്ന് നിലനിൽക്കുകയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് കാണിച്ചോട്ടെ. ഇവിടെ നമ്മൾ കണ്ടു, ലോകരാജ്യങ്ങൾ കടന്നു വരികയാണ് ഈ ഭാഗത്ത് നിന്ന് അത് പിടിച്ചെടുക്കാൻ. വേറെ ഒരു വാക്യം നമുക്ക് നോക്കാം. സക്കറിയ പ്രവചനം എന്നെടുത്താട്ടെ, അതിന്റെ 1-2 വാക്യം. സക്കറിയ പ്രവചനം വളരെ ഗൗരവമായതൊന്ന് കേട്ടു നോക്കുക. യെസ്, അവർ സക്കറിയ 14 1-2 വാക്യം. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിന് ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. ആരാ ഇവിടെ കൂടി വരുന്നത്? ഇവിടെയും രേഖപ്പെടുത്തി വെച്ചു, സകല ജാതികളെയും ഞാൻ അവിടെ കൂട്ടും.
എന്തിനു വേണ്ടിയാ കൂട്ടുന്നത്? ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ. എന്നാൽ ഇവിടെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർ യുദ്ധം ചെയ്യുമ്പോൾ, യെരുശലേമിനോട് യുദ്ധം ചെയ്യുമ്പോൾ എത്രയും സ്ഥലം പിടിച്ചെടുക്കും? ബൈബിളിൽ അബദ്ധം പറ്റിയതാണോ? വേദപുസ്തകത്തിന് അബദ്ധം പറ്റിയതാണോ? സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്, 2400 വർഷം മുമ്പ് ലോക സൈന്യങ്ങൾ യെരുശലേമിൽ വന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചു, നഗരത്തിന്റെ പാതി പ്രവാസത്തിൽ പോകും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യെരുശലേമിന്റെ പകുതിയാണ് പിടിക്കുന്നത്. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തത് യെരുശലേമിന്റെ എത്രയും ഭാഗമാണ്? പകുതി ഭാഗമാണ്. ഇസ്രായേലിന്റെ കയ്യിൽ പടിഞ്ഞാറ് യെരുശലേം ഉണ്ടായിരുന്നു. കിഴക്കൻ യെരുശലേമാണ് വിശുദ്ധ നഗരം. അവിടെ ദേവാലയം നിൽക്കുന്ന സ്ഥലം അത് ജോർദാന്റെ കീഴിലായിരുന്നു, അറബികളുടെ കയ്യിലായിരുന്നു. ഇന്ന് ഇസ്രായേൽ 67 കിഴക്കേ യെരുശലേം പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇനിയും ലോക സൈന്യങ്ങൾ വരുമ്പോൾ അവര് യെരുശലേം എന്ന് പറയുന്ന പട്ടണം മുഴുവൻ പിടിക്കില്ല. ഇവിടെ വായിക്കുന്നു, യെരുശലേമിന്റെ പാതി പിടിക്കും. ബാക്കി പാതിയോ? അവിടെ നോക്കിക്കേ, ജനത്തിൽ ശേഷിപ്പുള്ളവർ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, യെരുശലേമിന്റെ പകുതി ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് നഷ്ടമാകും. റഷ്യയോട് കൂടെ വരുന്ന ലോക സൈന്യങ്ങൾ യെരുശലേമിന്റെ പകുതി പിടിക്കുമ്പോൾ പകുതി സ്ഥലം പിടിക്കാതെ വിടും. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നമല്ലേ? UN പാസാക്കിയിരിക്കുന്ന ഇതല്ലേ? ഇസ്രായേൽ 67 പിടിച്ചത് വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ 67 പകുതി യെരുശലേമാണ് പിടിച്ചെടുത്തത്. ആ പാതി യെരുശലേം വീണ്ടെടുക്കാൻ ലോക സൈന്യങ്ങൾ വരും. പ്രാധാന്യതയുണ്ടോ? അറബി രാജ്യങ്ങൾ വരുന്നു. കാരണം പറയാം. 12-ാം അധ്യായം നോക്കിയേ, സക്കറിയാവ്. നിങ്ങൾ വീണ്ടും ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം വായിക്കും. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരുശലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്, തമിഴിൽ ഇത് ഭാഷാന്തരം ചെയ്തപ്പോൾ രസമായി തോന്നി, തത്തളിപ്പിൻ പാത്രം. തത്തളിപ്പിൻ പാത്രം ഇംഗ്ലീഷിൽ വായിച്ചാൽ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്, മദ്യത്തിന്റെ പാനപാത്രമാകും. ആർക്കാ? ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക്. ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ആരാ? ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അവരെന്നാ ഇസ്ലാം ആയത്? ഇസ്ലാം ലോകത്തിൽ എന്നാ ഉണ്ടായത്? AD 622 ഇസ്ലാം സ്ഥാപിച്ച മുഹമ്മദ് മരിക്കുന്നത്. മുഹമ്മദ് പ്രവാചകൻ AD 622. AD അന്നേരമൊന്നും ഇവിടെയുള്ള രാജ്യങ്ങളൊന്നും ഇസ്ലാം അല്ല. മെക്കയും മെദീനയുമേ ഉള്ളൂ ഇസ്ലാം. എന്നാൽ മുഹമ്മദ് മരിച്ച ശേഷം AD 635 സൗദി അറേബ്യയിൽ നിന്ന് ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഒരു ശക്തനായ, ഒരു ബുദ്ധിമാനായ ഒരു സൈനിക നേതാവ് വലിയൊരു സൈന്യവുമായി നീങ്ങുകയാണ്. വന്ന് ക്രിസ്തീയ സൈന്യം, അതിന് പറയുന്നത് ബൈസന്റൈൻ ആർമി എന്നാണ്. റോമൻ ഭരണകൂടത്തെ നയിച്ച ബൈസന്റൈൻ ആർമിയെ പരാജയപ്പെടുത്തി വാളുകൊണ്ട് അവരുടെ മതം പ്രചരിപ്പിച്ചു. ബെഡൂവിയൻസ് ആയിരുന്ന ഈ അറബികളെ, ബെഡൂവിയൻസിനെ ഒന്നൊന്നായി കൺവേർട്ടഡ് ആക്കി. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ജെറുസലേമും അവർ പിടിച്ചെടുത്തു. യെരുശലേം അവര് AD 638 പിടിച്ചെടുത്തു. AD 638 പിടിച്ചെടുത്തിട്ട് ഓഗസ്റ്റ് മാസം അവർ പ്രഖ്യാപിച്ചു, യെരുശലേം മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയാണ്. അതിന്റെ ശേഷം 2 മോസ്കുകൾ പണിതു. AD 682 ഡോം ഓഫ് ദി റോക്കും AD 705 അലക്സ മോസ്കും അവിടെ പണിതു.
ആ പ്രദേശത്ത് ചുറ്റുമുള്ളവരുടെ മതം ഇസ്ലാം മതമായി. ഏതാണ്ട് AD 650-700 ആകും. ഇനി നമുക്ക് ഈ പ്രവചനങ്ങളെ ഒന്ന് അപഗ്രഥിക്കാം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, യെരുശലേമിന്റെ ചുറ്റും കിടക്കുന്ന ജാതികൾക്ക് ഞാൻ ഒരു കാലത്തിൽ യെരുശലേം തത്തളിപ്പിൻ പാത്രമാക്കും. കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്. അത് മനസ്സിലാക്കാൻ ഒരു വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 29-ാം അധ്യായം എടുത്താട്ട്. യെശയ്യാപ്രവചനം 29-ാമത്തെ അധ്യായം. അവിടെ എന്താണ് ഈ മദ്യത്തിന്റെ പാനപാത്രമായി ഒരു സ്ഥലം തീരുന്നതെന്ന് നമുക്ക് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 29-ാം അധ്യായം 29-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. അയ്യോ അരിയേലേ, അരിയേലേ, ദാവീദ് പാളയമിറങ്ങിയിരുന്ന നഗരമേ. ദാവീദ് എന്ന് പാളയമിറങ്ങിയ നഗരം സിയോൻ അല്ലെങ്കിൽ യെരുശലേമാണ്. അയ്യോ അരിയേലേ, അരിയേലേ, യെരുശലേമിന്റെ പേരാണത്. എന്താ കാരണം? താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ആണ്ടോടാണ്ട് കൂട്ടുവീൻ. മതി. 7-ാം വാക്യം നോക്കി. അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിനും അതിന്റെ കോട്ടയ്ക്ക് നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ. മതി. അവിടെ വായിക്കുന്നു, യെരുശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം, അരിയേലിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളും. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. 9-ാം വാക്യം നോക്കി. വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവീൻ, അന്ധത പിടിച്ച് കുരുടരായി തീരുവീൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാനും. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാനും. ഇവിടെ കണ്ടോ, മദ്യം ഉപയോഗിക്കാതെ മത്ത് പിടിക്കും, മദ്യം ഉപയോഗിക്കാതെ ചാഞ്ചാടി നടക്കും. ആര്? യെരുശലേമിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ. എന്താണ് ഈ മത്ത്? ഇതിന്റെ പേരാണ് മതത്തിന്റെ മത്ത്. ക്ഷമിക്കണേ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ എന്നെ കേൾക്കുന്നത്. മുസ്ലിം വിശ്വാസമനുസരിച്ച് മെക്കയും മെദീനയും കഴിഞ്ഞാൽ 3-ാമത്തെ പുണ്യഭൂമിയാണ് യെരുശലേം. അവർ വിശ്വസിക്കുന്നു അവരുടെ പ്രവാചകൻ അവിടെ നിന്നൊരു വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗത്തിലോട്ട് പോയി. അവിടെയാണ് അൽ അക്സ മോസ്ക് പണിതിരിക്കുന്നത്. അൽ അക്സ എന്ന വാക്കിന്റെ അർത്ഥം പ്രവാചകൻ ഏറ്റവും ദൂരം യാത്ര ചെയ്ത സ്ഥലം. അവിടെ നിന്ന് അദ്ദേഹം വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പോയെന്നവർ വിശ്വസിക്കുന്നു. അതാണ് അൽ അക്സ മോസ്ക്. മെക്കയും മെദീനയും കഴിഞ്ഞാൽ 3-ാമത്തെ പുണ്യഭൂമി. എന്തിനാണ് അറബി രാജ്യങ്ങൾ, ലോകത്തിലുള്ള ഈ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലിന് വിരോധമായി പ്രവർത്തിക്കുന്നത്? അവരുടെ പുണ്യഭൂമിയാണ് ഇസ്രയേൽ 67-ൽ പിടിച്ചെടുത്തത്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു കണ്ടോ. സക്കറിയ 12-ൽ എന്താ വായിച്ചത്? സക്കറിയ 12-ൽ എന്താ വായിച്ചേ? ഞാൻ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് യെരുശലേം ഒരു പരിഭ്രമ പാത്രമാക്കും. A cup of drunkenness. യെശയ്യാ 29-ൽ കണ്ടു, മത്ത് പിടിപ്പിക്കുന്ന സ്ഥലം, ചാഞ്ചാചടി നടക്കുന്ന സ്ഥലം. ഞാൻ പറയട്ടെ, ബോംബുകൾ ദേഹത്ത് വെച്ച് കെട്ടി ചാകാൻ തയ്യാറാണ് അവർ. എന്താ കാരണം? റിലീജിയസ് ഇൻടോക്സിക്കേഷൻ, മതത്തിന്റെ മത്ത്. മരിക്കുവാൻ തയ്യാറാണ്. കാലഘട്ടത്തിന്റെ ഒരു സമയം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഉണരും, അവർ യെരുശലേമിനോട് യുദ്ധത്തിന് വരും. അന്ന് സക്കറിയ 12-3 വായിക്കുന്നു, അന്നാളെ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും, അതിനെ ചുമക്കുന്നവനൊക്കെ മുറിവേൽക്കും. എന്നാൽ ഈ യുദ്ധം നടക്കുകയാണ്. 14-ാം വാക്യം നോക്കിയാട്ടെ. ഇത് നടക്കുമ്പോൾ ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ 14-ാം അധ്യായത്തിന്റെ നമുക്ക് 2-ാം വാക്യത്തിന്റെ മധ്യഭാഗം, നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലുമലയിൽ നിൽക്കും. ഒലുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയ താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്റെ പ്രിയ സഹോദരന്മാരെ, യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് ഇവിടെ പറയുന്നത്.
ലോകരാജ്യങ്ങൾ മുഴുവൻ, ചുറ്റുമുള്ള രാജ്യങ്ങൾ മത്തുപിടിച്ചും ലോകരാജ്യങ്ങൾ മുഴുവൻ യഹൂദനോട് യുദ്ധത്തിന് കൂടി വരുമ്പോൾ അതിനുവേണ്ടി കളമൊരുക്കപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ജീവിക്കുകയാണ്. അവരുടെ പട്ടണം പകുതി പിടിക്കും, അവരുടെ സ്ത്രീകളെ വഷളാക്കും. ബൈബിളിന്റെ പ്രവചനത്തിൽ യഹൂദന്മാരിൽ 2/3 കൊന്നുകളയും. അങ്ങനെ പറയുന്നുണ്ടോ? 13-ാം അധ്യായം എടുത്ത് സഖറിയാവ് തന്നെ 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 1/3 ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം, 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യും. അവർ എന്റെ ജനം എന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവം എന്ന് അവരും പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇസ്രായേലിൽ 2/3 കൊന്നുകളയും. ഇസ്രായേലിൽ 2/3 കൊന്നുകളയും. ഇസ്രായേൽ പരാജയപ്പെടാതിരിക്കാൻ എല്ലാ മാർഗവും നോക്കും. അന്ന് അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ആയുധം അവർ പൊട്ടിക്കും. ഇസ്രായേലിന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധമുണ്ട്. 1973 ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിന്റെ പേരാണ് യോം കിപ്പോർ യുദ്ധം. ഇസ്രായേലിന്റെ മഹാപാപ പരിഹാര ദിവസം അവരുടെ പടയാളികൾ ദുഃഖാചരണമായി വീട്ടിൽ പോയപ്പോൾ ആ സന്ദർഭം നോക്കി സിറിയയും ഈജിപ്തും 2 ഭാഗത്തുനിന്നും യുദ്ധത്തിന് കയറി വന്ന് ഏതാണ്ട് ഇസ്രായേലിന്റെ പടയാളികൾ ഉള്ളവർ പരാജയപ്പെടുന്ന വക്കിലേക്ക് നീങ്ങി. അന്നത്തെ പ്രൈം മിനിസ്റ്ററാണ് ഗോൾഡ മേയർ. ക്യാബിനറ്റ് ഒന്നിച്ചുകൂടി അവരന്ന് തീരുമാനിച്ചു ഒരു പട്ടാളത്തിന്റെ പ്രവൃത്തി. അതിനവർ പേരിട്ടത് സാംസൺ ഓപ്ഷൻ, ശിംശോന്റെ തെരഞ്ഞെടുപ്പ്. എന്താണെന്നറിയാമോ? അത് ബോംബെടുക്കാം, ന്യൂക്ലിയർ ബോംബെടുക്കാം. ശിംശോൻ മരിക്കുന്ന സമയം ആ ക്ഷേത്രം പിടിച്ച് പൊട്ടിച്ചതിന്റെ ഫലമായി ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിലധികം ആളുകളെ അവൻ കൊന്നു. അവരുടെ ആ 73 പട്ടാളത്തിന്റെ ഓപ്ഷന് പേര് കൊടുത്തു സാംസൺ ഓപ്ഷൻ. 13 ന്യൂക്ലിയർ ബോംബ് അസംബിൾ ചെയ്തു. എയർഫോഴ്സിന് തുടങ്ങുന്നതിന് മുമ്പ് ഇത് ന്യൂക്ലിയർ സൈലോസിൽ നിന്ന് എടുക്കുന്നത് റഷ്യൻ സാറ്റലൈറ്റിന് കാണിച്ചു കൊടുത്തു ഇസ്രായേൽ മക്കൾ. റഷ്യക്ക് കാണാൻ കഴിഞ്ഞു അവർ ന്യൂക്ലിയർ ആയുധം എടുക്കുന്നു. ഈജിപ്തിന് അറിവ് കൊടുത്തു ന്യൂക്ലിയർ ആയുധം എടുക്കുന്നു. യുദ്ധത്തിന്റെ ഗതി മാറുകയാണ്. പരാജയപ്പെട്ട ഇസ്രായേൽ 73 വിജയിക്കാൻ തുടങ്ങി. അവരുടെ പട്ടാളക്കാർ മടങ്ങി വന്ന് യുദ്ധം ആരംഭിച്ചു. അവർ ജയിക്കാൻ തുടങ്ങിയപ്പോൾ ന്യൂക്ലിയർ ആയുധം എടുത്തില്ല, പൊട്ടിച്ചില്ല. അല്ലെങ്കിൽ 73 ലോകത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നത് കാണാമായി. ഒന്നല്ല, പലതും പൊട്ടിയന്. ചുറ്റുമുള്ള രാജ്യങ്ങളെ അവർ കത്തിക്കും. ഉപദ്യാവിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, 14-ാം അധ്യായം നമുക്ക് ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. അതിന്റെ 12 തൊട്ടുള്ള വാക്യം, 12-ാം വാക്യം. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയായത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും, ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. ഇവിടെ വളരെ വ്യക്തമായി 2400 വർഷം മുമ്പ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നവർ എങ്ങനെ നിലത്ത് വീഴുമെന്ന് രേഖപ്പെടുത്തി വെച്ചു. ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഇതെന്താണെന്ന്. അവിടെ വായിച്ചേ, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകും, അവരുടെ കണ്ണ് തടത്തിൽ ചീഞ്ഞഴുകും, അവരുടെ നാവ് തടത്തിൽ ചീഞ്ഞഴുകും. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു മനുഷ്യ ശരീരം നിലത്ത് വീണ് ദിവസങ്ങൾ കഴിഞ്ഞേ അഴുകുകയുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നു നിവർന്നു നിൽക്കുമ്പോൾ തന്നെ ചീഞ്ഞഴുകും, മാംസം ഇങ്ങനെ ചീഞ്ഞഴുകി പോകും. ആർക്കും ഇതെന്താണെന്ന് അറിയില്ലായിരുന്നു. 2ാം ലോകയുദ്ധകാലത്ത് 1945 ഓഗസ്റ്റിൽ ഹിരോഷിമയിൽ ഒരു ബോംബ് പൊട്ടി. നാഗസാക്കിയിലും അണുബോംബ് പൊട്ടിച്ചു. ഹിരോഷിമയിൽ അണുബോംബ് പൊട്ടിച്ചപ്പോൾ ഏതാണ്ട് 60 മൈൽ ദൂരെ ഒരു വെള്ളക്കാരൻ നിൽക്കുകയാണ്.
അവൻ ആകാശത്തോട് നോക്കിയപ്പോൾ കൂണുപോലെ ആകാശത്തിലൊരു വലിയ മേഘപടലം. ഇതെന്താണ്? ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിന്റെ കാറെടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് പാഞ്ഞു. അദ്ദേഹം വരുന്നത് ജപ്പാന്റെ ഒരു ആന്റി എയർക്രാഫ്റ്റ് യൂണിറ്റ്, വിമാനം വെടിവെച്ചിടുന്ന 20 പേരുള്ള ഒരു യൂണിറ്റിന്റെ അടുക്കലാണ് അദ്ദേഹം വരുന്നത്. അവരോട് ചോദിച്ചു, അതിൽ 2 പേരെ ജീവനോടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. ആ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചു, എന്താണ് ഈ സംഭവം? അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറിച്ചെടുത്തു. വിമാനം അടുത്തു വരട്ടെ, അതിന്റെ ശേഷം വെടിവെക്കാമെന്ന് കരുതി ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. 12,000 അടി കിണറത്തിൽ വന്നപ്പോൾ ബോംബ് വർഷിച്ചു. 1200 അടി കിണറത്തിൽ വെച്ച് ബോംബ് പൊട്ടി. എന്റെ കൂടെ ഇരുന്നവരുടെ തലച്ചോറ് പൊട്ടിയിട്ട് മുട്ട പൊരിക്കുന്നത് പോലെ തലച്ചോറ് പൊരിച്ച് പുറത്തു വന്നു. കണ്ടടങ്ങളിലെ കണ്ണുകൾ മെഴുകുപോലെ ഉരുകിയിട്ട് കവിൾത്തടങ്ങളിലൂടെ ഒഴുകിപ്പോയി. വായിൽ കുന്നുപോലെയായി മാറി. ന്യൂക്ലിയർ ബോംബ് പൊട്ടിയപ്പോൾ അതിന്റെ റേഡിയേഷൻ കൊണ്ട് തന്റെ കൂടെയുള്ളവർ എങ്ങനെ ചത്തുവെന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. ഇത് ഇവിടെ സഖറിയാവ് രേഖപ്പെടുത്തി 400 വർഷം മുമ്പ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നവർ നിവർന്നു നിൽക്കുമ്പോൾ, അവരുടെ മാംസം നിവർന്നു നിൽക്കുമ്പോൾ ചീഞ്ഞഴുകും, അവരുടെ കണ്ണ് തടത്തിൽ ചീഞ്ഞഴുകും, അവരുടെ നാവ് ചീഞ്ഞഴുകി പോകും. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇസ്രായേൽ പരാജയത്തിന് സമ്മതിക്കില്ല. അവർക്ക് കഴിയുന്ന സകല ആയുധങ്ങൾ ഉപയോഗിക്കും. അവസാനം അവർ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കും. ഉപദ്യാവിലും മറ്റും പറഞ്ഞ പോലെ ചുറ്റുമുള്ള രാജ്യങ്ങളെ അവർ കത്തിക്കും. പക്ഷേ ലോകരാജ്യങ്ങൾ വന്ന് അവരിൽ 2/3 കൊന്നുകളയും. യെരുശലേമിന്റെ പകുതി പിടിക്കും. ഇനിയും രക്ഷയില്ല. ആ സമയത്ത് 12-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ വായിക്കുന്നില്ല, സ്വർഗത്തിൽ നിന്ന് കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. 12-ാം അധ്യായത്തിന്റെ മധ്യഭാഗത്തിൽ വായിക്കുന്നു, അവര് കരയാൻ തുടങ്ങും. യഹൂദന്മാർ അവരുടെ കണ്ണു തുറക്കും. അവര് 2000 വർഷം മുമ്പ് അവരുടെ മശിയെ ക്രൂശിച്ചു എന്ന് മനസ്സിലാക്കും. ഏകജാതനെ കുറിച്ച് കരയുന്ന പോലെ അവർ കരയും. അന്ന് അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. കർത്താവ് അവസാനമായിട്ട് അവരോട് പറഞ്ഞത് മത്തായി 23 അതിന്റെ അവസാനത്തെ 2 വാക്യം, നിങ്ങളുടെ ഭവനം ശൂന്യമാകും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളും നിങ്ങൾ ഇനി എന്നെ കാണില്ല. അന്നവർ പറയും, നീ ഒന്ന് വന്നിരുന്നെങ്കിൽ. കർത്താവെ, ഞങ്ങൾ നിന്നെ ക്രൂശിച്ചു. യെശയ്യാവ് 52-53 അധ്യായങ്ങൾ അന്നവർ അന്യോന്യം പറയുന്ന വാക്കുകളാണ്. അന്ന് കർത്താവ് അവർക്ക് വേണ്ടി വരും. അവരുടെ പക്ഷത്ത് ആരുമില്ല. 4-ാം സഖറിയാവ് 14:4 വായിക്കുന്നു, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെ കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും, ഒലിമല കിഴക്ക് പടിഞ്ഞാറായി കയറിപ്പോകും. എന്റെ സഹോദരന്മാരെ, ഞാൻ ഇസ്രായേലിൽ ഒലിമലയുടെ മുകളിൽ ആദ്യം നിൽക്കുകയാണ്. ഒലിമലയുടെ ടിപ്പ്, ഏറ്റവും മുകളിലുള്ള ഭാഗം ഒരു ചെറിയ പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഒരു മോസ്ക് പണിതിരിക്കുക. അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ആ പാറ ഒലിമലയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ്. അവിടെ നിന്നാണ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞാനത് മനസ്സിലാക്കിയപ്പോൾ അവിടെ മുട്ടുകുത്തി എന്റെ കരങ്ങൾ ആ പാറയിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഗൈഡ് പറയുകയാണ്, ഇത് റിഫ്റ്റ് വാലി ഏരിയയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. 1927 ജൂലൈ 11 പലസ്തീന്റെ മണ്ണിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ ഒലിമലയുടെ അടിയിലൂടെ ഒരു വിള്ളൽ പോയി. ആ വിള്ളൽ ഇപ്പോഴും ഉണ്ട്. ഭൂമി കിഴക്ക് പടിഞ്ഞാറായി കീറിപ്പോകാൻ വിള്ളൽ വീണ് കിടക്കുക. അതിന് പറയുന്ന പേരാ റിഫ്റ്റ് വാലി. ഭൂകമ്പം ഉണ്ടായാൽ ഭൂമി 2ആയിട്ട് മാറിപ്പോകുമ്പോൾ ഒരു താഴ്വര ഉണ്ടാകും. ഞാനത് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നൊരു പാട്ടുപാടി, ഒലിമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കാൻ. ഞാൻ ഈ രാത്രി പറയട്ടെ, യേശുക്രിസ്തുവിന്റെ കാലൊന്ന് തൊട്ടാൽ മതി, അവിടെ കീറി കിഴക്ക് പടിഞ്ഞാറായി താഴ്വരയുണ്ടാകും. ഞാനിങ്ങനെ പറയട്ടെ, ഒരിക്കൽ അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ ചെങ്കടല് ദൈവം കീറിക്കൊടുത്തു ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ.
ആ ദൈവം ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ വളയുമ്പോൾ, അവർക്ക് യാതൊരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഭൂമി ദൈവം കീറിക്കൊടുക്കും, ഓടി അണയുവാൻ, അവർക്ക് രക്ഷപ്പെടുവാൻ. ഇന്ന് രാത്രിയിൽ ഓർക്കുക, രാഷ്ട്രീയ ഗോളം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ കണ്ടതുപോലെ ഇസ്രായേൽ പർവ്വതങ്ങൾ രാഷ്ട്രീയ പ്രശ്നമായി കഴിഞ്ഞു. എസെക്കിയേൽ പ്രവചനത്തിലെ 5 അധ്യായം ഈ ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ചാണ്. റഷ്യയും ഇസ്ലാമിക് തീവ്ര രാജ്യങ്ങളും ആക്രമിക്കുന്നത് ഇതോടുള്ള ബന്ധത്തിലാണ്. ആ പർവ്വത നിരകളിൽ റഷ്യയും സൈന്യവും തകർന്ന് തരിപ്പണമായി പോകും. ദൈവം ഇടപെട്ട് ആ യുദ്ധം 3.5 വർഷം നീണ്ടു നിൽക്കും. 3.5 വർഷത്തിന്റെ അവസാനം ഇസ്രായേൽ ന്യൂക്ലിയർ ആയുധമെടുക്കും. അന്ന് അവർക്ക് ആരുമില്ലാതെ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് 3.5 വർഷം മുമ്പ് തന്റെ സഭ ഇവിടെ നിന്നും മാറ്റപ്പെടണം. 7 വർഷം മുമ്പ് സഭ മാറ്റപ്പെടണം. ഈ യുദ്ധം നടക്കുന്നതിന് 3.5 വർഷം മുമ്പ് സഭ മാറ്റപ്പെടും. പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിലാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. 3.5 വർഷം കൂടെ നീണ്ടു നിൽക്കും. 7 വർഷത്തിന്റെ അവസാനത്തിൽ ക്രിസ്തു മടങ്ങി വരും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ക്രിസ്തു മടങ്ങി വരുവാൻ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ലോകമൊരുങ്ങി. ഏതാണ്ട് രാഷ്ട്രീയമായും സാമൂഹികമായും എല്ലാവിധത്തിലും ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കാൻ 7 വർഷം മുമ്പ് അത് നടക്കണം. നമ്മളെ ചേർക്കാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ പ്രത്യാശ പൂവണിയേണ്ടിയ ദിവസങ്ങളാണ് ഇന്ന്. ഏത് സമയവും കർത്താവ് മടങ്ങുമെന്ന് നമ്മളെ ചേർക്കാം. അറിയില്ല, നനച്ചിരിക്കാത്തൊരു നാഴികയിൽ മനുഷ്യപുത്രൻ വന്ന് നമ്മളെ ചേർക്കും. സ്തോത്രം. നമ്മുടെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അതോടെ തീരും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞു നിർത്താം. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിന്റെ പ്രമോദമായ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. മാനവരാശിയുടെ രക്ഷയൊരുക്കുവാൻ അവൻ കടന്നുപോയ വ്യഥ, അവൻ കടന്നുപോയ കഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ മനുഷ്യ മനസ്സിന് സാധ്യമല്ല. അവൻ കടന്നുപോയ വ്യഥകളെ വരച്ചു തന്ന ഒരു ഭാഗമാണ് ലേവ്യ പുസ്തകം 2-ാം അധ്യായം. എന്നെ മനസ്സുകൂടി ഇരുന്നപ്പോൾ ഇവിടോട്ട് കടന്നുപോയത് കൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. അതായത് യാഗങ്ങൾ പറയുമ്പോൾ ദൈവം ഓരോ യാഗങ്ങളിലും ദൈവത്തിന്റെ പുത്രനെ കണ്ടുകൊണ്ടാണ് കൽപ്പിക്കുന്നത്. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഭോജനയാഗം പാകം ചെയ്തർപ്പിക്കാൻ 3 പാത്രത്തിലെ ആകാവൂ. അങ്ങനെ പറഞ്ഞ് 3 പാത്രത്തിലെ ആകാം. നമ്മളോർക്കും ഇതൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഞാൻ എന്നാൽ പറയാൻ പോവുകയാണ്, ഞാൻ ഓടിച്ചു പറയാൻ പോവുകയാണ്. നോക്കുക, ലേവ്യ പുസ്തകം 2:4 അടുപ്പത്ത് വെച്ച് ചുടാം. 5-ാം വാക്യം ചട്ടിയിൽ ചുടാം. 7-ാം വാക്യം ഉരുളിയിൽ ചുടാം. ദൈവം എന്തിനായി 3 പാത്രം പറഞ്ഞത്? തന്റെ പുത്രന്റെ മരണം, അവൻ കടന്നുപോയ വ്യഥകളെ കുറിച്ച് പറയുമ്പോൾ ഈ 3 പാത്രത്തിൽ വേണം നിങ്ങൾ ചുട്ടെടുക്കാൻ ഭോജനയാകും. എന്തിനാ സർവജ്ഞാനിയായ ദൈവം ഈ 3 പാത്രം പറഞ്ഞത്? ഞാൻ പറയാം. പാത്രത്തിൽ പാചകം ചെയ്യുന്നത് ചൂട് കൂടുതൽ വേണ്ടിയതിന് ചില പ്രത്യേക പാത്രം ഉപയോഗിക്കും. പാചകം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ഏത് പാത്രത്തിനാണെന്നറിയാമോ? ഓവനകത്ത് ചുടുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സഹോദരിമാർക്കറിയാം, ടെമ്പറേച്ചർ അങ്ങ് കൂട്ടി വെച്ചിട്ടാ അതിനകത്തോട്ട് ഓവനകത്ത് കേക്ക് വെക്കുന്നത്. അത്രയും ചൂടൊന്നും വേണ്ട നമുക്ക് മീൻകറി വെക്കാനും ഇറച്ചിക്കറി വെക്കാനും. എന്നാൽ ഓവനകത്ത് ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും വലിയ ചൂട്. ഇവിടെ 4-ാം വാക്യത്തിൽ പറയുന്നു അടുപ്പത്ത് വെച്ച് ചുട്ടത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇഫ് യു ബേക്ക് ഇറ്റ് ഇൻ ആൻ ഓവൻ, ഒരു ഓവനകത്ത് ചുട്ടാൽ. പഴയ കാലത്തെ ഓവൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും കണ്ടു കാണും. ഇന്ന് ഗ്ലാസ് ഉണ്ട് ഓവന്. അതങ്ങനെയല്ല, ഇഷ്ടിക കൊണ്ടുണ്ടാക്കി
ഇതിനകത്ത് ചിരട്ടയിട്ട് കത്തിച്ച് ചൂടങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ട് മാവ് കുഴച്ച് ഇതിനകത്ത് വെച്ചിട്ട് ഒരു ഇരുമ്പടപ്പ് കൊണ്ടങ്ങ് അടയ്ക്കും. പുറത്ത് നിന്ന് കാണാനൊക്കില്ല എന്താണ്. ആ മാവ് അവിടെ കിടന്ന് ഏറ്റവും വലിയ ചൂടിൽ അത് വേകുകയാണ്. ദൈവം പറഞ്ഞു, ആദ്യം നിന്റെ ഭോജനയാഗം നിനക്ക് ഓവനകത്ത് ചുട്ടെടുക്കാം. സങ്കീർത്തനം 22 ആദ്യത്തെ 5 വാക്യം വായിച്ചാൽ ഓവനകത്ത് ചുടുന്ന കർത്താവിനെ കാണാം. അവൻ അനുവദിച്ച ചൂടിന്റെ ഏറ്റവും കൂടുതൽ അവൻ അവിടെ കിടന്നുറക്ക കരഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്. എന്നാൽ അത് കാണാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ ഇന്ന് പകൽ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ ഓർത്തുപോയി. ഉൽപ്പത്തി 22 5 വാക്യം. 2 ബാല്യക്കാരുണ്ട്, ഇസ്ഹാക്കിനോടും അബ്രഹാമിനോടും കൂടെ. താഴ്വരയിൽ വന്നപ്പോൾ അവരെ അവിടെ നിർത്തിയിട്ട് ആ പർവ്വതത്തിൽ മോറിയ മലയിൽ അപ്പനും മകനും മാത്രമേ പോയുള്ളൂ. ഈ ദാസന്മാർ അത് കണ്ടില്ല, അവിടെ എന്ത് നടക്കുന്നെന്ന് കാണാൻ ദൈവം അനുവദിച്ചില്ല. ക്രൂശിൽ കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ 2 പേരെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് അവൻ കടന്നു പോകുന്ന വ്യത കാണാൻ അനുവദിച്ചില്ല. പുത്രൻ അനുഭവിച്ച ഏറ്റവും വലിയ വ്യഥ, ആ വ്യഥ പിതാവായ ദൈവം അവനെ കൈവിടുന്ന സന്ദർഭം. എന്തിനാ കൈവിട്ടത്? അവനെ പാപമാക്കി. എന്റെ പാപം, നിങ്ങളുടെ പാപം അവന്റെ മേൽ വിട്ടു. സങ്കീർത്തനം 22 എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചിട്ട് അവൻ തന്നെ മറുപടി പറയുന്നു, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? നിനക്ക് എന്നോട് സംസർഗം സാധ്യമല്ല, ഞാൻ പാപമാണ്. ഓവനകത്ത് ചുട്ടു. 2 5 വാക്യം നോക്കി. നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗമാകുന്നെങ്കിൽ എണ്ണ ചേർത്ത് പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ടായിരിക്കണം, അത് കഷ്ണം കഷ്ണമായി നുറുക്കണം. അവിടെ ചട്ടിയിൽ ചുട്ടതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന്. നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ചീനച്ചട്ടിയുണ്ട്, ദോശക്കല്ലുണ്ട്. ദോശക്കല്ല് തുറന്ന പാത്രമാണ്, ഏതാണ്ട് അതാണ് ഇവിടെ പറയുന്നത്. ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നതാണെങ്കിൽ ദൈവം പറഞ്ഞു അത് നുറുക്കണം. എന്തിനാ ദൈവം അവിടെ അത് പറഞ്ഞത്? ദൈവപുത്രൻ അനുഭവിച്ച വ്യഥ മറ്റൊരു വ്യഥ എല്ലാ കണ്ണും കണ്ടു. അത് ആര് ഉണ്ടാക്കിയ വ്യഥയാണ്? മനുഷ്യരുണ്ടാക്കിയ വ്യഥയാണ്. അവിടെ അവന്റെ ശരീരത്തെ നുറുക്കി. ഇവിടെ അതാണ് കാണുന്നത്. 3-ാമത്തെ പാത്രം ഉരുളി. സങ്കീർത്തനം 22 6 തൊട്ട് 18 വരെ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. ബാശാൻ പുറ്റന്മാർ എന്റെ ചുറ്റേ വളഞ്ഞ് മനുഷ്യർ അവന്റെ മേൽ വരുത്തുന്ന കഷ്ടങ്ങളാണ് അവിടെ പറയുന്നത്. 3-ാമത്തെ പാത്രം ഇവിടെ പറഞ്ഞ് നിർത്താം. 3-ാമത്തെ പാത്രം ഉരുളിയിൽ ചുടാം. ഫ്രൈങ് പാൻ, ദോശക്കല്ല് പോലെയല്ല. ഫ്രൈങ് പാൻ ഇങ്ങനെ സൈഡ് പൊങ്ങിയിരിക്കുക. അടുത്തു വന്നാ കാണാം, മാറി നിന്നാ കാണത്തില്ല. കർത്താവ് ക്രൂശിൽ അനുഭവിച്ച മറ്റൊരു വ്യഥ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പ്രവചനമുണ്ട്. സാത്താന്റെ കുതികാൽ അവൻ തകർക്കുമ്പോൾ, തല തകർക്കുമ്പോൾ അവൻ അവന്റെ കുതികാല് തകർക്കും. ആരാണ് അവന്റെ കുതികാല് തകർക്കുന്നത്? സാത്താൻ. ഗെത്സമനയിൽ വെച്ച് പറഞ്ഞു, എന്റെ പിതാവിനോട് ചോദിച്ചാൽ 12-ലധികം ലേഖ്യോന്മാരെ എനിക്ക് തരും, ദൂതന്മാരെ. ഒരു ലേഖ്യോൻ 6000 സൈന്യമാണ്. 12 ലേഖ്യോൻ എന്ന് പറയുമ്പോൾ 70,000 സൈന്യം. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? 70,000-ത്തിലധികം ദുഷ്ടാത്മാക്കൾ അവിടെ വന്നിട്ടുണ്ട് കർത്താവിന്റെ ക്രൂശീകരണ സമയം. ഞാൻ ഇങ്ങനെ പറയട്ടെ, 3 പാത്രം ദൈവത്തിൽ നിന്ന് അവൻ അനുഭവിച്ച വ്യഥ അത് കാണാൻ അനുവദിച്ചില്ല ഓവനകത്ത്. 2 ദോശക്കല്ല് തുറന്ന പാത്രം അത് നുറുക്കി അവനെ. 3-ാമത് അവന്റെ കുതികാല് തകർക്കുമ്പോൾ അനുഭവിച്ച വ്യഥ. ഇത് 3-ഉം 22-ാം സങ്കീർത്തനത്തിലുണ്ട്. ഞാനിവിടെ നിർത്തട്ടെ. ഏകനായി കഷ്ടം അനുഭവിച്ചു. ഏകനായി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ കരത്തിൽ നിന്നും
മാനവരാശിയുടെ കരത്തിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവങ്ങളും അനുഭവിച്ച ദൈവത്തിന്റെ പുത്രൻ അവസാനം പറഞ്ഞു, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട് എന്റെ നിങ്ങളുടെ രക്ഷ സാധിപ്പിച്ചു. അതിന്റെ ശേഷം അവൻ ആവശ്യപ്പെടുകയാണ്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് വന്ന് രക്ഷപ്പെടുകയും. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം സുവിശേഷം, ഗുഡ് ന്യൂസ്. എന്തായി ഗുഡ് ന്യൂസ്? നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളെ സൗജന്യമായി നീതീകരിക്കും. നിങ്ങൾക്ക് സൗജന്യമായ രക്ഷ തരും. നിങ്ങൾക്ക് സൗജന്യമായ രക്ഷ തരുവാൻ ദൈവത്തിന്റെ പുത്രൻ ക്രൂശിൽ കഷ്ടം അനുഭവിച്ചു. ദൈവത്താൽ കൈവിടപ്പെട്ടു. മാനവരാശി അവനെ നുറുക്കി കഷണമാക്കി. സാത്താന്റെ കിങ്കരന്മാർ അവനെതിരെ അണിനിരന്ന് അവന്റെ കുതികാൽ തകർത്തു. അവൻ അനുഭവിച്ച വ്യഥയെ വരച്ചു കാണിക്കുകയാണ് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ. ഈ രാത്രിയിൽ ഇത് നിങ്ങൾക്ക് നിസ്സാരമാണോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ വരുന്നത് മാനവരാശിയുടെ രക്ഷ ഒരുക്കാൻ വേണ്ടി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. രണ്ടാമതവൻ വരുന്നു, ന്യായാധിപനായിട്ട് വരികയാണ്. ആദ്യം വന്നതുപോലെയല്ല. ഇരുമ്പുകോൽ കൊണ്ട് ഒരിക്കൽ മനുഷ്യനവന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചെങ്കിൽ പിതാവായ ദൈവം അനേക കിരീടങ്ങൾ അവന്റെ ശിരസിൽ അണിഞ്ഞ് രാജകീയ പ്രൗഢിയുടെ ചെങ്കോൽ കയ്യിൽ ധരിച്ച് അഗ്നിയിൽ വിശുദ്ധ ദൂതന്മാരോടുകൂടെ ന്യായവിധി നടത്തുവാൻ അവൻ ഇറങ്ങി വരികയാണ്. എന്നാൽ അവന്റെ സഭ, അവനെ രക്ഷയുടെ കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളവർ അവന്റെ വലതുഭാഗത്ത് അഭയമണഞ്ഞ് സുരക്ഷിതരായിരിക്കും. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കൈവിടപ്പെടും. കർത്താവിന്റെ രണ്ടാം വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. തന്റെ ജനത്തെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ ഭയാനകമായ ദിവസങ്ങളിലേക്ക് മാറ്റപ്പെടും. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അതിന്റെ ഉറപ്പില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമോ? ഇത് അവസാനത്തെ മീറ്റിംഗ് ആണ്. ഞാൻ ഈ വാക്കൂടെ പറഞ്ഞ് പിരിയുകയാണ്. ദൈവമക്കൾ ഒരുങ്ങണം, അത് തീർച്ചയായിട്ടും. എന്നാൽ രക്ഷിക്കപ്പെടാതെ ഇവിടെ കടന്നു വന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കണം. 1 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ശിരസ്സൊന്ന് വണക്കിക്കാട്ടെ. പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതിന് ശേഷമേ നിങ്ങൾ പോകാവൂ. ഈ രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, പിതാവായ ദൈവത്താൽ ഭയാനകമായ കഷ്ടം അനുഭവിക്കപ്പെട്ടവൻ, മാനവരാശി മനുഷ്യനില്ലാതെ തോന്നുമാർ അവനെ വിരൂപമാക്കി, പാതാള ഗോപുരങ്ങൾ അവന്റെ കുതികാല് തകർത്ത് വേദനപ്പെടുത്തി, ഈ വിധത്തിൽ കഷ്ടമനുഭവിച്ച ഈ പുത്രൻ നിങ്ങൾക്ക് രക്ഷ ഒരുക്കി തരാൻ, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ആ കഷ്ടം അനുഭവിച്ചത്. പാപത്തിന്റെ ശമ്പളമായി മരണം അവൻ അവസാനമായി സഹിച്ചു. നിങ്ങൾക്ക് രക്ഷ സൗജന്യമായി തരുവാൻ അവൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾക്കിത് സ്വീകരിപ്പാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ നിത്യ നരകത്തിൽ പോകും. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവേ, എന്റെ ഹൃദയം വിനയപ്പെടുത്തുന്നു. ഞാനൊരു പാപിയാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നീ നിന്റെ പുത്രനെ ക്രൂശിൽ നൽകി. ഞാനത് വിശ്വസിച്ച് സ്വീകരിക്കുന്നു. എന്നെ ഉള്ളം നിനക്കായി തുറക്കുന്നു എന്ന് അവനോട് പറയുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടില്ല. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഈ വിധത്തിൽ ഞാൻ കർത്താവിന്റെ അടുക്കൽ വന്നത്. നിങ്ങളുടെ പ്രായം എന്തുവായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എനിക്ക് നിന്നെ വേണം. ഇന്ന് രാത്രിയിൽ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. നീ എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഹൃദയം ഞാൻ തുറന്നു കരുതുന്നു. എന്റെ ഉള്ളിൽ വന്ന് എന്നെ രക്ഷിക്കണം. നിങ്ങളെങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉറപ്പിനായി ഞാൻ ഒരു കാര്യം പറയാം. കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പാപത്തെ മോചിച്ചു തന്ന്
നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി ദൈവം തീർക്കും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് രാത്രി ദൈവജനം ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു. സ്തോത്രം. കർത്താവിന് വേണ്ടി തീരുമാനമെടുത്തവരെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അവിടുന്ന് വാക്ക് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. ആ പ്രിയപ്പെട്ടവരെ അങ്ങ് സ്വീകരിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്തതിനാൽ സ്തോത്രം. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. നീ അവരെ അനുഗ്രഹിക്കണം, നീ മഹത്വം എടുക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.